എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവാതിരയ്ക്ക് പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇന്നിപ്പോൾ ഇടുന്നത്. വൻപയറും ചെറുപയറും കൂടി പുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗവും ഇതിനുപയോഗിക്കാം. ഞാനിവിടെ ഒരു മത്തൻ്റെ പീസ്, കായ്, ചേന, കിഴങ്ങ് ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ തേങ്ങ ഞാൻ ചതച്ചാണ് ചേർക്കുന്നത്. അതിന് ജീരകവും 3-4 കാന്താരി മുളകും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. വൻപയറും ചെറുപയറും കൂടി ആദ്യം തന്നെ വേവിച്ചെടുത്തു. കുക്കറിലാണ് വേവിച്ചത് കേട്ടോ. പിന്നീട് അതിലേക്ക് ചേന ചേർത്തു. പിന്നീട് അതിലേക്ക് മത്തനും കിഴങ്ങും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നീട് വേവിച്ചു. പാകത്തിന് വെള്ളം ഒഴിച്ചു. തേങ്ങ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. മകയിരത്തിന് നേദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് എട്ടങ്ങാടി പുഴുക്ക് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മധുരം ഇട്ടിട്ടാണ് ആക്കിയത്. ഇത് ഞങ്ങൾ തിരുവാതിര ദിവസം ഉണ്ടാക്കിയതാണ്. ലാസ്റ്റ് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നേദ്യം കഴിക്കാൻ മകയിരം ദിവസം നേദ്യം കഴിക്കാൻ ഉണ്ടാക്കിയതായിരുന്നു. തോരയും ഒക്കെ ചേർത്ത് മധുരം ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. തിരുവാതിര ദിവസം ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് നന്നായിട്ട് പുതിർത്ത് വെച്ചു. ആദ്യം തന്നെ അരമണിക്കൂറാണ് ഞാൻ ഈ ഗോതമ്പ് പുതിർത്ത് വെച്ചത്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 3 വിസിലാണ് അടുപ്പിച്ചത്. നല്ല പാകത്തിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. തിരുവാതിര ദിവസങ്ങൾ മാത്രമല്ല സാധാരണ തന്നെ ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഒരു പുഴുക്കും കഞ്ഞിയും ചമ്മന്തിയും കൂടി. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.